മുത്തിന്റെ റിസൾട്ട് വരാറായ? അടുത്ത മാസം വരും 15. എങ്ങനെയുണ്ട്? പഠിക്കാൻ വിട്ടപ്പോ അവക്ക് ഉറക്കമില്ല, പഠിത്തം തുടങ്ങിയപ്പോ ഉറക്കമില്ല. ഇനിയിപ്പോ റിസൾട്ട് വരാൻ പോണെന്ന് പറഞ്ഞാൽ അതിനും ഉറക്കമില്ല. ഭയങ്കര പാടായിരുന്നു. അപ്പൊ എക്സാം ഹോളിൽ പാനിക്കായി പോയി. ഇപ്പൊ കിടന്നങ്ങ് ഉറങ്ങ്, റിസൾട്ട് വരുമ്പോ ഉറങ്ങാതിരുന്നാ പോരെ. ഞാൻ പറഞ്ഞു ഇനി വന്നാലും അത് കുഴപ്പമില്ല, ഇച്ചി മാർക്ക് കുറഞ്ഞാലും കുഴപ്പമില്ല എന്ന് പറഞ്ഞു. നമുക്ക് അതല്ലേ പറയാൻ പറ്റുള്ളൂ. ഇവക്ക് ഇവള് വേണ്ടി അത് മനസ്സിലാക്കാനായിട്ട്. ഒരു വർഷം പോയില്ല കുഴപ്പമില്ലോ മക്കളെ. പഠിച്ചതൊക്കെ മനസ്സിലിരിക്കൂലേ. എന്നിട്ട് എന്ത് ചെയ്യാ? നീ പറഞ്ഞല്ലോ അടുത്ത വർഷം ഒന്നും കൂടി എഴുതാന്ന്. അതിപ്പോ എല്ലാരും എഴുതുമ്പോ തന്നെ കിട്ടണമെന്നുണ്ട് അല്ലേ? ഭയങ്കര പാടാണെന്ന് തോന്നുന്നു. ഭയങ്കര പാടാ. ദൂരം പിള്ളേരാ. റെഡി അമ്മയുടെ ഫോൺ അടിക്കുന്നടി, ഒന്ന് എടുത്തിട്ട് പേടി. അതാടി ആയിരിക്കും ചെല്ലേ. അരിശം വരും. ഫോൺ വിളിച്ചെടുക്കൂല, കട്ടായി പോകുന്നു പറഞ്ഞ എന്നും വഴക്ക തന്നെ. എന്റെ ചേച്ചി അത് പറഞ്ഞപ്പോഴോർത്തത്. അമ്മ എന്റെ കൂട്ടുകാരിയാ. കൊറേ കൂട്ടുകാരുണ്ട് എന്റെ പൊന്നോ. ആലപ്പുഴയില് ഞങ്ങളുടെ അകന്ന ബന്ധത്തിലുള്ളതാ. അപ്പൊ അവരിങ്ങനെ കുറച്ച് പറമ്പൊക്കെ ഉണ്ട് ആ ചേട്ടന്. അപ്പം ആ ഒരു പ്രായമുള്ളൊരു അപ്പച്ചൻ മാത്രമാണ് അവിടെ താമസിക്കുന്നത്. മറ്റേ ഒരു പെങ്ങളുള്ളത് വേറെ സ്ഥലത്ത് കെട്ടിച്ചു വിട്ടേക്കുക. അപ്പോൾ അവിടെ അയൽവക്കത്ത് നമ്മുടെ ബന്ധു ഇങ്ങനെ 2-3 ദിവസത്തെ പത്രം ഇങ്ങനെ വഴിയിൽ കിടക്കുന്നെന്ന്. അപ്പോൾ വലിയ പറമ്പാ. അപ്പോൾ ഇങ്ങനെ ഇതെന്താ ചേട്ടനെ കാണാത്തേന്ന് ഓർത്ത് അതിൽ കൂടിയൊക്കെ വിളിച്ചുകൊണ്ട് നടന്ന്. അപ്പൊ കാണുന്നില്ല. അത് കഴിഞ്ഞ് ഇവര് ഒരു കാര്യം പറയട്ടെ, അത് കഴിഞ്ഞ് ഇവരിങ്ങനെ വന്ന് മുറ്റത്തൊക്കെ വന്ന് നോക്കിയപ്പോഴത്തേക്കും മുറ്റത്ത് വിറക് വെട്ടിയ വാക്കത്തി. പിന്നെ ഭയങ്കര ചീഞ്ഞ മണം. വെട്ടിയ വിറകെല്ലാം അവിടെ കിടക്കുന്ന, അടുക്കള വാതിൽ തുറന്ന് കിടക്കുന്ന. അങ്ങനെ ഇവര് എന്താടി ഒരു കാര്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ അപ്പൊ വിൽക്കൊന്നു. ഞാൻ വരാം, എന്തെങ്കിലും തിന്നാൻ വേണ്ടിട്ടായിരിക്കും. ഒരു സാധനം കൈ കൊണ്ട് എടുക്കൂല. എന്നിട്ട് എന്തെന്ന് പറയണ പോലെ അത് കഴിഞ്ഞ് ചെന്ന് നോക്കിയപ്പോഴത്തേനുണ്ടല്ലോ ഇയാള് ഒരു തിട്ടയുടെ മോളില് മരിച്ച് ചീഞ്ഞ് കിടക്കണം. 2-3 ദിവസമായിട്ടായി. വിറക് വെട്ടിക്കൊണ്ടിരുന്നപ്പോഴത്തേക്കും അറ്റാക്ക് വന്നു. ആരും വിളിക്കുന്നില്ല ഇയാളെ? ഇപ്പോ എനിക്കറിയാൻ പാടില്ല, ഞങ്ങളും അതാ ആലോചിച്ചത്. 2-3 ദിവസം നമ്മൾ ഒരാളെ വിളി കണ്ടില്ലെങ്കിൽ ഒന്ന് വിളിച്ച് അന്വേഷിക്കണ്ടേ? ചീഞ്ഞ് വീർത്ത്, അതോ കാലൊക്കെ പട്ടി. എന്താടി പറയടി? അല്ല ഒന്നും. തങ്കം ചെല്ല്, ഞാൻ അങ്ങോട്ട് പോവാം. അവക്ക് എന്തോ കാര്യമായിട്ട് പറയാം. സുലിച്ചേച്ചി അന്യാറ്റിയാണോ? അല്ല, അത് കുഴപ്പമില്ല. അങ്ങനല്ല, ഞാൻ പിന്നെ അങ്ങോട്ട് വരാം. മന്നോട്ടാ വരുവാണ്. ഒരു സ്ഥലത്ത് പണി കഴിഞ്ഞിട്ട് ഇച്ചിരി നേരം വർത്താനം പറയാൻ നോക്കിയിട്ടുണ്ടെങ്കിൽ അവള് സമ്മതിക്കില്ല. അപ്പൊ കമ്മ ഇതെന്തി കാണിക്കണ? മാറ്. കെട്ടിപ്പിടിച്ചൂടെ? ഞാൻ കെട്ടിപ്പിടിക്കുന്ന ഇഷ്ടമില്ലേ? ഇത് നല്ല കളി. മാറ് പെണ്ണ. എനിക്ക് ഞാൻ വീഴും കേട്ടോ. ഞാൻ പറഞ്ഞ കേക്ക്. എന്തെന്ന്? എന്നതാണ് പറയട്ടെ? പറയണെങ്കി പറയടി കൊഞ്ചാതെ. കല്യാണത്തിന് ഓടില്ലേ? കല്യാണത്തിന് പൊക്കോളാൻ പറഞ്ഞല്ലോ. എന്നത്? സാരി ഉടുത്തോട്ടെ? അയ്യേടെ പൊക്കോണം. സാരി ഉടുക്കാൻ വേണ്ടി വന്നേക്കുന്നു. എന്താ? പിന്നെ സാരി ഒന്നും എടുക്കണ്ട, ചുരിദാർ ഇട്ടുണ്ട് പോയാ മതി. അല്ല, എന്തല്ലാന്ന്? ഗ്രൂപ്പായിട്ട് സാരി എടുക്ക. ഗ്രൂപ്പായിട്ടാ? എല്ലാരും കൂടിയാ? അവരെ കൊടുത്തോട്ടെ, നീ ഉടുക്കണ്ട. അമ്മ എന്ത് കുമ്മ? ഒന്ന് ആലോചിക്ക, ഞാൻ സാരി, അമ്മയുടെ സാരി. എനിക്ക് ഒരു സന്തോഷമില്ല. നീ ഒരു ഫോട്ടോ ഒക്കെ എടുത്ത് അമ്മയ്ക്ക് അത് സ്റ്റാറ്റസ് ഇടാം. അപ്പൊ എല്ലാരും പറയും, അയ്യോ മുത്ത് വളർന്നല്ലോ, എന്ത് ഭംഗിയാ. ഏത് അങ്ങനെ ആൾക്കാർ പറയണമെന്നൊന്നും എനിക്കില്ല. കൊച്ചു പിള്ളേര് സാരി ഉടുത്താനാണ് പോണത് കല്യാണത്തിന്. അമ്മ എനിക്ക് 2 മാസം കഴിഞ്ഞ് 20 വയസ്സാവും. കെട്ടിച്ചുവിടാനുള്ള പ്രായം. എന്റെ ഫ്രണ്ട്സ് ഒക്കെ അവിടെ എൻഗേജ്മെന്റ് കഴിഞ്ഞു. അപ്പോഴോ കൊച്ചു പിള്ളേര് വേണ്ട ചുരിദാർ ഇട്ടുണ്ട് പോയാൽ മതി. അമ്മയ്ക്ക് ആഗ്രഹമുണ്ട്. അമ്മയ്ക്ക് അമ്മ ഇത് അഭിനയിക്കണം. കാര്യം ഇല്ലെങ്കിൽ അമ്മയുടെ ഇതങ്ങ് പോവും. ഞാൻ പറഞ്ഞ അമ്മ സമ്മതിക്കൂലല്ലോ. പക്ഷെ അമ്മയ്ക്ക് ഉള്ളിലൊരു ആഗ്രഹമുണ്ട്. എനിക്ക് ഒരു ആഗ്രഹവും ഇല്ലേ? ഇല്ല. ചിന്തിച്ചു നോക്ക്.
എന്തിനാ മുത്തേ ആൾക്കാരൊക്കെ നീ ഇപ്പൊ ദേ ഈ ഒരു ജീൻസും ഷർട്ടോ അല്ലെങ്കിൽ ഒരു ചുരിദാറൊക്കെ ഇട്ട് പോണെങ്കിൽ അയ്യോ ഒരു ചെറിയ കൊച്ച് അങ്ങനെ വിചാരിക്കും. നീ സാരി എനിക്ക് എത്ര വയസ്സായി അപ്പോ അതിന് അമ്മയ്ക്ക് എത്ര വയസ്സല്ല? അമ്മയെ കണ്ട് പ്രായം തോന്നിക്കില്ലല്ലോ. ഇപ്പോഴും ഒരു കൂടിപ്പോയൊരു 35 പറയൂരു 32. ഇപ്പൊ ഞാൻ എത്ര വലുതായാലും അമ്മയെ കണ്ട ഒരു 32. അതിൽ നിന്ന് അമ്മ അങ്ങോട്ട് പോവില്ല, അതെനിക്കറിയാം. അല്ലെങ്കിൽ തന്നെ എന്റെ ഫ്രണ്ട്സ് എല്ലാം പറയും നിന്റെ അമ്മയെ കാണാൻ എന്ത് ഇത്ര ഭംഗി, നിനക്ക് ആ ഭംഗി തൊട്ട് കിട്ടി. എനിക്കാണെങ്കിൽ അമ്മയും കൊണ്ട് എങ്ങും പോവാൻ പോലും പറ്റൂല. ചേച്ചിയാണോ? അതൊക്കെ ഉള്ള സത്യം പറയണതാ. അതിന് നീ എന്നെ സോപ്പിടുവൊന്നും വേണ്ട. സത്യം ഞാൻ എന്തായാലും സമ്മതിക്കൂല സാരി ഉടുക്കാൻ. നീ ഒരു കാര്യം ചെയ്യ്, അടുത്ത ക്രിസ്മസിന് നമുക്ക് പള്ളിയിൽ പോകുമ്പോ സാരി ഉടുത്തുണ്ടോ? പള്ളിയിലാണോ സാരി എടുത്തോണ്ട് പോണേ? ഞാൻ ഡാഡി വിളിച്ചു നോക്കി. അമ്മയുടെ ഫോൺ എവിടെ? പിന്നെ ഡാഡിനെ വിളിച്ചു. ഡാഡിയല്ലേ പറഞ്ഞു തരുന്നത്, ഡാഡിയല്ലേ സമ്മതിക്കുന്നത്. ആ ഡാഡി സമ്മതിക്കൊന്നുമില്ല, നീ അത്രയൊന്നും ആയിട്ടില്ല. 20 വയസ്സെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത്ര വലിയ പ്രായമൊന്നുമല്ല. ഒരു 10-24 വയസ്സാവട്ടെ. എന്ത് അമ്മ കല്യാണം കഴിച്ച എത്ര വയസ്സില്? അമ്മ സാരി എന്റെ കാര്യം നോക്കണെന്തിനാടി നീ? ഡാഡി പിന്നെ ഡാഡിയല്ലേ അമ്മ ഭയങ്കര പ്രശ്നമാണ് കേട്ടോ. ഒരു രക്ഷയില്ല ഡാഡി ഇല്ലാതെ ഇവിടെ. അവക്ക് വട്ടല്ലിട്ടോ? അല്ല ഞാൻ പറയാം ഡാഡി, എനിക്ക് മറ്റേ കല്യാണത്തിന് പോകുമ്പോ സാരി ഉടുക്കണോ? എല്ലാരും സാരിയാ. അവള് നന്ദനൊക്കെ സാരിയാ. അപ്പൊ എനിക്ക് സാരി ഉടുക്കണോന്ന് പറഞ്ഞ് കുഴപ്പമുണ്ടോ? അതന്നെ നീ ഉടുന്ന് അതന്നെ. ഡാഡി ഇത് അമ്മ എടുത്ത് പറഞ്ഞേ ഒന്നുകൂടെ പറ. ക്ലീറ്റോ കേക്ക് ക്ലീറ്റോ പിന്നെ 20 വയസ്സായെന്ന് പറഞ്ഞാൽ അവളെ കെട്ടിച്ചുവിടാറായോ? +2 നാള് കഴിഞ്ഞേ ഉള്ളൂ. അതിനിടയ്ക്ക് പോയി സാരി കൊടുക്കുന്ന ആൾക്കാരെ കൊണ്ട് എന്താ ബന്ധം? മിണ്ടാരിയടി വേണ്ടെന്ന്. അവക്ക് സാരി ഒന്നുമില്ല ഇവിടെ. പിന്നെ സാരി മേടിച്ചു കൊടുക്കാൻ നിങ്ങളോട് എടുത്ത് വെച്ചേക്കുന്നത് നാളെ കല്യാണത്തിന് പോകാനായിട്ട്. ഡാഡി മേടിക്കണ്ട, അമ്മയുടെ ഒരു സാരി എടുത്ത് കൊടുത്താ പോരെ. അമ്മയുടെ സാരി തരിഞ്ഞ് അമ്മയുടെ സാരി മതി. അമ്മയുടെ ബ്ലൗസ് ചെറുതാക്കാം. ക്ലീറ്റോ ഇത് വേണ്ടാന്ന് പറയണ ഡാഡി ഓക്കെ സെറ്റ്. അപ്പൊ ഞാൻ ഉടുത്തിട്ട് ഫോട്ടോ എടുത്ത് അയച്ചേക്കാം. ഓക്കെ. ഓ ഉമ്മ അപ്പൊ ഞാൻ സാരി തപ്പട്ടെ? ഓക്കെ സാരി തപ്പ. അമ്മ പോയിക്കോ, ഞാൻ ഓടുന്നു. KSFയുടെ പുതിയ ഹാർമണി ചിട്ടി ചേരണം ഇപ്പൊ തന്നെ. KSF ഹാർമണി ചിട്ടികൾ. KSF ഈ നാടിന്റെ ധൈര്യം. എന്റെ മുത്തേ, മനുഷ്യനാകെ 3-4 നല്ല സാരിയുള്ളൂ. അതെടുത്ത് നശിപ്പിക്കല്ലേടി, കൊണ്ടുവച്ചേടി. ഞാൻ നിന്നോട് പറഞ്ഞില്ലേ ഏതെങ്കിലും എടുത്തു കൊടുക്കാൻ തരാന്ന്. ഏതിലാണ് ഇത് നല്ല ഭംഗി? നല്ല സാരി എടുത്തോണ്ട് പോണ്ടേ? കുറെ പേര് വരുന്നേ, ഫോട്ടോ ഒക്കെ എടുക്ക. ആണ്ടിലാവണിക്ക ഒന്ന് മനുഷ്യൻ വെളിയിൽ പോകുന്നേ, ഇത്തിരി ഒരുങ്ങിയൊക്കെ പോണ്ടേ. അല്ല ഇതിന് നിനക്ക് ബ്ലൗസ് വേണ്ടേ? അപ്പൊ ബ്ലൗസ് എനിക്ക് ഒന്നിനും ഇല്ലല്ലോ. പിന്നെ എന്താ? അമ്മയുടെ ബ്ലൗസ് ചെറുതാക്കി ഇതിന്റെ ബ്ലൗസ് ഭയങ്കര വലുതാ, കഴുത്തൊക്കെ ഭയങ്കര മലന്നായിരിക്കണേ. അതിനെന്താ, അതല്ലേ നല്ലത്. എങ്ങനെ? അപ്പൊ അത് കുറച്ച് കഴിയുമ്പോ നിനക്ക് കഴുത്ത് ഭയങ്കര മലന്നിരിക്കും. മലന്നെന്ന് വെച്ചാ വൈഡ്. അത് ഇരുന്നോട്ടെന്നോ? പിന്നീട് അവരുടെയൊക്കെ ബ്ലൗസ് അങ്ങനെയൊക്കെയാ. എത്ര കൂടിപ്പോ ഇത്രയല്ലേ വരൂ? അത്രയൊന്നും വെട്ടി ഞാൻ തരും കേട്ടോ. എന്റെ മുത്തേ, കല്യാണം കഴിഞ്ഞ ആൾക്കാർ വലിയ കഴുത്ത് മലന്ന ബ്ലൗസ് ഇട്ട് നടക്കണ പോലെയാണ് കുഞ്ഞു പിള്ളേര്. സാരി ഉടുക്കണ എന്തോ അമ്മ? കല്യാണം കഴിക്കാത്ത എല്ലാരും ഒരുപോലെയല്ലേ ഉടുക്കുന്നേ. നിന്നെ അതെ നിനക്കൊരു കൊച്ചുണ്ടാവും, മനസ്സിലാവും നിനക്ക് എന്താ പറയുന്നത്. ഇനി അമ്മയുടെ മൂഡ് കളണ്ട. ഇത് വേണ്ട വേറെ സാരി എടുക്കാം. പ്രശ്നം ഞാൻ വന്ന് എടുത്ത് തരാടി മുത്തേ. അവിടെയൊക്കെ നിരത്തിയിട്ടുണ്ടെങ്കിൽ ഞാൻ വരും കേട്ടാ. ഞാൻ ഒരു കല്യാണം വന്നിട്ടുണ്ട്, ഒരു സാരി ഭ്രാന്ത്. ഇതാകുമ്പോ എല്ലാത്തിന്റെയും കൂടെ ചേരും. ഫിക്സേ. എന്റെ പുതിയ സാരി ഞാൻ ഉടുത്തിട്ട് കൂടി ഇല്ലാത്ത ചെടി കണ്ടോ? ദൈവമേ ഞാനത് അതുപോലെ കൊണ്ട് തരാം. വേണ്ട, അതുപോലെ കൊണ്ട് തരണ്ട. പുതിയ സാരി. മോള് നല്ല സുന്ദരിയായിട്ട് പോകുന്ന ആൾക്കാരൊക്കെ ചോദിക്കുന്നതല്ലേ നല്ലത്. എന്റെ മോള് കല്യാണത്തിന് നല്ല സുന്ദരിയായിട്ടിരുന്നാ മതി. ഇതിനിപ്പോ എന്താ പ്രശ്നം? ഇതിന് ഞാനേ ബ്ലൗസ് വെച്ചിട്ടില്ല, അതാണ് ഇതിന്റെ പ്രശ്നം. മഞ്ഞ ബ്ലൗസ് ഇട്ടാ മതി, സൂപ്പർ. മഞ്ഞ ബ്ലൗസ് എന്റെ കയ്യിലില്ല. അവിടെ മജന്ത പട്ട് സാരി പോലത്തെ സാരിയൊക്കെ ഇരിപ്പുണ്ടല്ലോ, അത് നല്ല. ഇവളിത് എന്നതായിരിക്കോ കാണിക്കണേ? അതെടുത്ത് സൂക്ഷിച്ചു എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. ഇതല്ലേ ഇത്? ഇത് കൊടുക്കണമെങ്കിൽ കൊടുത്താ, പക്ഷെ ഇതിന് എന്റെ ബ്ലൗസ് ഇല്ലായിരിക്കും. എടി മുത്തേ, നിനക്ക് ചേർന്ന ബ്ലൗസ് വേണ്ടേടി. എനിക്ക് ചെറുതായിട്ടുള്ളൊരു ബ്ലൗസ് ഇരിപ്പുണ്ട്, ആ ബ്ലൗസ് നിനക്ക് ഇടാം. അതിന് വേറൊരു സാരി ഉണ്ടല്ലോ, നീ നോക്ക്. ഏത് ബ്ലൗസ്?
ഇന്നാള് ഞാൻ പറഞ്ഞില്ലേ നിന്നോട് ഇങ്ങനെ കണ്ണാടിയൊക്കെ പിടിപ്പിച്ച ഒരു ബ്ലൗസ് മുത്തൊക്കെ വെപ്പിച്ച അതിന് അത് നല്ലതാ. എടുത്തിട്ട് പോന്നോ അമ്മ അമ്മ ഒരു നീല ചത്തുപോ. സാരി ഉണ്ടല്ലോ, അതെവിടെ ഇരിക്കുവാ? ആ ഒരു മഞ്ഞ ബോർഡർ ഉള്ളേ. ഇപ്പൊ നീ കുത്തിയിളക്കിയതിന്റെ കൂടെ തന്നെ ഇരിപ്പുണ്ടാവും, പോയി നോക്കിയെടുക്ക്. ഞാൻ അങ്ങോട്ട് വരട്ടെ, എന്റെ സാരിയൊക്കെ നശിപ്പിച്ചിട്ടുണ്ടെങ്കിലായിരിക്കും. കിട്ടി 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 കിട്ടി. ഇതല്ലേ ഇതല്ലേ? ഇനി ഇതിനൊന്നും പറയരുത് പ്ലീസ്. നല്ല സാരിയായിരുന്നു. പിന്നെ ഞാൻ പൊട്ട സാരി എടുത്തോണ്ട് പോണോ? നീ പൊട്ട സാരിയല്ല, നീ നന്നായിട്ട് പോണം. പക്ഷെ നീ നടക്കണ വഴി റോഡ് അടിച്ചിട്ട് നടക്കും, എന്റെ സാരി ചീത്തായി പോവും. പൊക്കി ഉടുക്കോ സാരി? പൊക്കി ഉടുക്കാം. ആ നല്ലോണം പൊക്കി ഉടുത്തു പോയാ മതി. ആ മറ്റേ ഷൂസ് ഇടാം, അപ്പൊ നല്ല പൊക്കം കിട്ടും. അപ്പൊ പൊക്കി ഉടുക്കാം. അവിടെ കൊണ്ടുവന്ന് നോക്ക്, തേച്ച് തരാം. മറ്റേ ഇത് ചെറുതാക്കണ്ടേ? വാ, ബ്ലൗസ് ചെറുതാക്ക, ഞാൻ ഇതിനകത്ത് ഓരോ കേട്ടെ. സമയമില്ല ഇനി. അത് നാളത്തേക്കല്ലേ നോക്കണം. അപ്പൊ ഞാൻ ഇതെല്ലാം കൊണ്ടുവയ്ക്കാൻ വരണേ ഇപ്പൊ? അലമാരി എല്ലാം ഒതുക്കി വെച്ചോ. ആ ബ്ലൗസ് ഇട്ട് കഴിഞ്ഞില്ലേ ഇതുവരെ? കൊണ്ടുപോവാ, എനിക്ക് തയ്ച്ചിട്ട് വേറെ പണിയുണ്ട്. എന്നിട്ട് എവിടേക്കാ ലൂസ്? എവിടേക്കാ ലൂസ്? നീ സാരി എടുത്ത് കളിക്കണേ എന്ത് ചെയ്യുന്നേ? അല്ല, എങ്ങനെ ഇടണെന്ന് നാളെ ഇനി വെപ്രാളപ്പെട്ട്. പിന്നെ നാളെ എന്ത് ഇടണോ? അതായത് ഇങ്ങനെ ഇത് ഇങ്ങനെയാണോ? സാരി ഉടുക്കാനും അറിയാൻ പാടില്ല, ഉടുത്തിട്ട് നടക്കാനും അറിയില്ല. അവക്ക് സാരി അങ്ങ് മേത്തോട്ട് അങ്ങ് ആക്കിയാ മതി. അമ്മ ഇത് കൈ ലൂസ് ഉണ്ടോ? കൈ ചെറിയൊരു ലൂസ് ഉണ്ട്. പിന്നെ ഇവിടെ തൊട്ട് ഫുൾ ലൂസാണ്. കാര്യം ഇത് ഭയങ്കര ലൂസാണ്. അത്രേ ഉള്ളൂ, ബാക്കിയൊക്കെ സെറ്റ്. അമ്മ പറ, പ്ലീറ്റ് ഇടണോ? എന്തെങ്കിലും ചെയ്യും. അമ്മയ്ക്ക് ഏതാ ഉടുത്ത? നിനക്ക് ഞാൻ പറയണ പോലെ ഉടുക്കണം നിനക്ക് ഇഷ്ടമാണോ? നിനക്ക് ഇഷ്ടമുള്ള പോലെയല്ലേ നീ ഉടുക്കുള്ളൂ. നോക്കിക്കോ, ഇങ്ങനെ ഒറ്റയ്ക്ക് പ്ലീറ്റ് ഇട്ടല്ലേ പോണ എല്ലാവരും. ഇതാണോ ഭംഗി? എന്റെ സാരി നശിപ്പിക്കുവാണ്. ഇതാ ഞാൻ നിനക്കൊരു സാധനം തരൂല്ലാത്തത്. ഞാൻ വാഷ് ചെയ്ത് തരാം. ഇതാണോ ഭംഗി? അത് ഇതാണോ? നിനക്ക് ഏതാ ഭംഗി എന്ന് വെച്ചാൽ അങ്ങനെ ഇടും. അമ്മ പറയുമ്പോ എനിക്ക് രണ്ടും ഭംഗിയായിട്ട് തോന്നുന്നു. എന്നാ കുറച്ചു നേരം ഫ്ലീറ്റ് ഇട്ടിട്ട് കുറച്ചു നേരം അല്ലാതെ ഇടും. നീ നൂലൊന്ന് പുറത്തു തരാവോ? എനിക്ക് കണ്ണു നിനക്ക് നന്നായിട്ട് കാണാം. ഞാൻ ചെയ്ത് തരാം. ഞാൻ ചെയ്യാം. അമ്മ ഇപ്പുറത്തോട്ട് ഇടണ. എടാ നില്ലടി, ഞാൻ എന്തിനാ അങ്ങ് പോരുത് നോക്കണത്? എനിക്ക് അപ്പൊ ഞാൻ ചെയ്തു തരാം. കണ്ണ് കാണാവുന്ന ഒരാൾക്ക് കൊടുത്തൂടെ? ഇപ്പൊ നോക്കിക്കോ. കൈ വെച്ച് തുന്നി തരട്ടെ? കൈ വെച്ച് തുന്നതാ ശരിയാവത്തില്ല. സാരിയൊക്കെ കൊടുത്തിട്ട് കണ്ട വഴി അന്ത വഴി ഇന്ത വഴി ഒന്നും നടക്കരുത്. അറിവോ? അയ്യോ പോ കേട്ടാ. കൈ വെച്ച് തുന്നിത്താ. വേണ്ട. അത് കട്ടിയാത്തോണ്ട് നേരത്തെ ഇടണം. എത്ര നേരം എടുക്കും അമ്മ സാരി ഉടുക്കാൻ? സാരി ഉടുക്കാൻ എന്നാ, എനിക്ക് 5 മിനിറ്റ് മതി. അല്ല, എനിക്ക് ഉടുത്തു തരാൻ. പിന്നെ മറ്റേ ഇത് മര്യാദക്ക് ഇട്ടാണ്. ഇത് ഇങ്ങനെ ഇരിക്കരുത്, ഒതുങ്ങിയിരിക്കണം. എന്ത് സാധനം? ഈ ഇവിടത്തെ ഇങ്ങനെ ഇങ്ങനെ മടക്കി വെക്കൂലേ, അതിങ്ങനെ ഇരിക്കും. ചില സമയത്ത് അമ്മ ഉടുക്കും, അതിങ്ങനെ ഇരിക്കണം. കണ്ണാടിന്ന് നീ കുറച്ചു നേരം മുമ്പേ ഇടട്ടെ. പോവല്ലേ? ഓ ഇതാരാ വന്നേക്കണേ? സാരി എടുത്തപ്പോ പെണ്ണുങ്ങള് രണ്ടും വലിയ പെണ്ണുങ്ങളായി. എവിടെയാടി വെക്കണ? ഇവിടെ വെച്ചാ മതിയോ? ഇവിടെ പോയി. ഓക്കെ. ഫ്രണ്ടില് കൊള്ളാല. അമ്മയുടെ സാരിയാണോ? രണ്ടും സാരിയൊക്കെ കൊടുത്ത് നല്ല രസമുണ്ട്. അങ്ങനത്തെ പട്ട് സാരി ഉടുക്കാനാ ഞാൻ നിന്നോട് പറഞ്ഞത്. ഇത് പട്ടല്ലേ? പട്ടൊക്കെ തന്നെയാണതേ. വയറൊക്കെ കാണാതെ പിടിച്ചോളണം കേട്ടല്ലോ. അയ്യപ്പൊ നിങ്ങൾ ഇതൊന്നും മേടിക്കുന്നില്ലേ? ഗിഫ്റ്റ് ഒന്നും മേടിക്കണില്ലേ? ഫോണൊഴുകി എന്തെങ്കിലും മേടിച്ചു കൊടുക്കട്ടോ. മേടിച്ചു കൊടുക്കും. നമ്മളെല്ലാരും പൈസ ഇട്ട് 2 ഗിഫ്റ്റ്. അവിടെ ചെന്നിട്ടേ ഫോട്ടോ എടുക്കണം. എടി ഡാഡിക്ക് ഒരു ഫോട്ടോ വെച്ചു കൊടുത്തേക്ക്.
സാരി ഉടുത്തതിന്റെ. ഓക്കെ. എന്ത് ഓണസമയത്ത് കടലക്കറി? ആരുമില്ല, ക്ലീറ്റോയും ഇല്ല, തക്കടും ഇല്ല. മുത്താണെങ്കിൽ കല്യാണത്തിന് പോയി, നീയും ഇല്ല. ഞാൻ പിന്നെ ചോറ് വെച്ചില്ല. മുത്തു വന്നില്ലേ? മുത്ത എങ്ങനെ പിന്നെ കല്യാണത്തിന് അതല്ലേ? കല്യാണം കഴിയേണ്ട സമയം ആയല്ലോ. ആരുടെ കല്യാണം? അവളുടെ കൂട്ടുകാരിയുടെ ചേച്ചിയുടെയോ? ആണോ? അങ്ങനെ അടുത്തേ വിളിച്ചില്ലായിരുന്നു? അവളുടെ കൂട്ടുകാരിയുടെ ചേച്ചിയുടെ കല്യാണത്തിന്. ആരുടെ കൂടെ പോയത്? കൂട്ടുകാരിയുടെ കൂടെ. ഇവിടെ വന്നിട്ടുണ്ടായി ആ കൊച്ച്. ഞാൻ പറഞ്ഞായിരുന്നു മോള് ഇവിടെ വന്നിട്ട് അവളെ വിടുവുള്ളൂ, അല്ലാതെ ഒറ്റയ്ക്ക് വിടൂല എന്ന് പറഞ്ഞായിരുന്നു. ഞാൻ അവിടെ വരെ കടത്തി വിടാന്ന് വിചാരിച്ച, പിന്നെ മോശമല്ലേ. ഇനിയിപ്പോ അത് കല്യാണം കഴിഞ്ഞ് പിന്നെ വേറെ എവിടെയും പോകുന്നു പറഞ്ഞു? പിന്നെ വേറെ എവിടെ പോവാൻ നേരം കൂടെ തന്നെ കൊല്ലി. ഞാൻ ഇവിടെ വേറെ എങ്ങോട്ടും പോയാ. അല്ല, ഇന്നത്തെ മുഹൂർത്ത സമയം കഴിഞ്ഞു. വരുവായി നിനക്ക് വേണോ? ഞാൻ കല്യാണത്തിന് പോയി സദ്യ കഴിച്ചു. ഏത് കല്യാണത്തിന് പോയി? കല്യാൺ ഹോട്ടലിൽ നിന്ന് സദ്യ. ഇവിടെ പുതിയൊരു ഹോട്ടൽ തുടങ്ങുന്നുണ്ട്, കല്യാൺ ഹോട്ടൽ. അതേത് ഹോട്ടല്? ആ, പുതുതായിട്ട് തുടങ്ങിയതാ. അവിടെ കല്യാണ സദ്യ ഉണ്ട്, പ്രഥമൻ സഹിതമുള്ള ഊണ്. 75 രൂപ. അല്ലേ? അവിടെ കയറിയ വേണ്ടല്ലോ, നടത്തിച്ചോട്ടെ. ഓ, ഇപ്പൊ വരുമായിരിക്കും അല്ലേ? വരുമായിരിക്കും, ഇപ്പൊ വരും. വരട്ടെ. ഇന്ന് കൈയോടെ പൊക്കിയെടുത്ത് ഞാൻ മുമ്പിലിടും. അതുകൊള്ള എൻ്റെ പാവം ക്ലീറ്റോ ചേട്ടൻ ഈ കുടുംബത്തിന് വേണ്ടി വല്ലയിടത്തും പോയി അന്വേഷിക്കുമ്പോൾ തോന്നുന്നവിടെ ഓട്ടോയിൽ കയറിപ്പോയവൻ ആരാണ്, എവിടെ പോയതാണ്, അത് തങ്കച്ചേട്ടച്ചൂട് പറയാത്ത കാര്യം. നീ എന്നെ ഒറ്റയ്ക്ക് ഒന്ന് സംസാരിക്കണേ. അല്ല, ഒരുത്ത വണ്ടി പണിയിക്കാൻ കൊണ്ടുവരാന്ന് വന്നിട്ട് വന്നില്ല. വന്നായിരുന്നെങ്കിൽ പോയി ചെയ്ത് കൊടുത്തിട്ട് ഒന്ന് കിടക്കായിരുന്നു. കയറി കിടന്നു കഴിഞ്ഞാൽ പിന്നെ പണിക്കാനുള്ള ഒരു മടി അറിയാമല്ലോ. ഞാൻ ഓർത്തില്ല തന്നെ ഒറ്റയ്ക്ക്. വരട്ടെ. ഇതിന് ഈ വീട്ടിലെ കാവലായിട്ട് ഈ അൾസേഷൻ റൊണാൾഡോ ഉള്ളപ്പം ഇപ്പൊ ഞാൻ സമ്മതിക്കത്തില്ല. ഇത് കല്യാണം കഴിച്ച ചെറുക്കനും പെണ്ണും താലി കെട്ട് കഴിഞ്ഞ് ചെറുക്കൻ്റെ വീട് വരെ കയറി, പക്ഷെ കല്യാണത്തിന് പോയി ഇതുവരെ വന്നിട്ടില്ല. എന്താണ് അതിൻ്റെ അർത്ഥം? കള്ളക്കളി. അത് ഞാൻ വെച്ചു കൊടുക്കത്തില്ല. വരട്ടെ. ഹായ്. ഹായ്. ജസ്റ്റ് മിനിറ്റ്, വെയിറ്റ്. യെസ്. എവിടെ പോയിരുന്നു? കണ്ടിട്ട് എന്ത് തോന്നുന്നു? കണ്ടിട്ട് സാരി എടുത്ത നല്ല ആരോമയ സുന്ദരിയായ ഒരു കുട്ടി. എന്നാലും എവിടെ ആയിരിക്കും പോയത്? പറയൂ, ഞാനല്ലേ ചോദിച്ചത്, പറയൂ. കല്യാണം അറിഞ്ഞില്ല ഞാൻ പോകുന്നത്. ഓഹോ, ആറ് കല്യാണം? മറ്റേ അരുണിമ ഇല്ലേ, ഏതായിരുന്നു? അങ്കിളിനെ അറിയാം, അങ്കിൾ സംസാരിച്ചിട്ടൊക്കെ ഉണ്ട്. അവളുടെ ചേച്ചിയുടെ അല്ല. ആരൊക്കെ ഉണ്ടായിരുന്നു കൂടെ? കൊറേ പേരുണ്ടായിരുന്നു. കുറെ പേരെന്ന് പറയുമ്പോൾ പേരില്ലേ? എന്റെ ഫ്രണ്ട്സ് എല്ലാരും. ആരൊക്കെ? കൊറേ പേര്. ലക്ഷ്മി ഉണ്ടായിരുന്നു, അഞ്ജന, നികിത, ഗൗരി, ശ്രീനന്ദ ഒക്കെ ഉണ്ടായിരുന്നു. അഞ്ജന ഗൗരി ശങ്കറാണോ അതോ ഗൗരിയോ ഗൗരി അതോ അഞ്ജുകുമാറോ? അമ്മ അമ്മ വിളി. ഒരുപാട് മറ്റേ കുറ്റാന്വേഷിക്കുന്ന പോലെ. എന്താ ഇന്ന് ചില കുറ്റാന്വേഷണം നടത്തുക. അമ്മ വിളി. പോരുത്, പോകരുത്. യു സിറ്റ്, ഔട്ട് സിറ്റ്. അമ്മ വിളി. അമ്മ എന്തെങ്കിലും പ്രശ്നമുണ്ടോ? പ്രശ്നം ഉണ്ടാവരുത്. ഒന്നുമില്ല, ഞാൻ ഇങ്ങനെ പൊക്കി പിടിച്ചാ പോയത് സദ്യയുടെ സമയത്ത്. കല്യാണം കല്യാണം എന്ത് കല്യാണം, സൂപ്പർ. ആ ചേച്ചി ആയാലും സദ്യ ആയാലും. സദ്യ ആയിരുന്നോ?
ആ സദ്യ ഞാൻ ബിരിയാണി ആയിരിക്കും. സദ്യ 3 പായസം ഉണ്ടായിരുന്നു, ബോളി ഉണ്ടായിരുന്നു. ആ എല്ലാരും വന്നു എന്റെ കൂടെ ഉള്ള ആരൊക്കെ? ഗൗരി, നികിത അവരൊക്കെ വന്നു. പിന്നെ പിന്നെ അവൻ വന്നു അവിടുന്ന്, അജോയ്, അവ ചെന്നൈയില. അവൻ വന്നു, വിവേക് വന്നു. ആണോ? ആ പിള്ളേരുണ്ടായാ? അമ്മനെ തിരക്കിന്ന് പറയായിരുന്നില്ലേ? എല്ലാരും അമ്മയെ തിരക്കിന്ന് പറഞ്ഞു. അല്ല, ഞാൻ തിരക്കിന്ന് പറയായിരുന്നില്ലേ എന്ന്. ഞാൻ വിളിക്കുമ്പോ പറയാം. അല്ല അവര് തങ്ങഞ്ഞെടുത്ത് പിന്നെന്താ? പിന്നെ എന്നെ എപ്പോഴും വിളിക്കുമല്ലോ പിള്ളേര്. നിങ്ങൾ എന്താണ്ട് വൈകിയേ? നമ്മൾ അതിന് ശേഷം അമ്മ അവനില്ലേ അജോയ് ഇല്ലേ, അവന്റെ അമ്മൂമ്മ ഇവിടെ വയ്യാതെ എടുക്കുക. അപ്പൊ പിന്നെ നമ്മൾ ഒരു ഓട്ടോയിൽ 4 പേരും കൂടെ അവന്റെ അമ്മൂമ്മയും കൂടെ പോയി കണ്ട്, പിന്നെ മ്യൂസിയത്തൊക്കെ പോയി ഫുഡൊക്കെ കഴിച്ച്. അപ്പൊ ഇന്നത്തെ ഈ ആഴ്ചയിലെ കറക്കം കഴിഞ്ഞ കേട്ടോ മോളുടെ. മതി, അടിപൊളിയായിരുന്നു. സന്തോഷായല്ലോ? പിന്നെ പരാതി തീർന്നല്ലോ. നവാ അല്ല അമ്മ, അങ്കിളെ അങ്കിൾ എവിടെ പോയേ? ഞാൻ ടൗണി. എന്തെന്നോ അമ്മ, അങ്കിളിന്റെ ഇതേ മുണ്ടും ഷർട്ടും ഈ ചരിച്ചുള്ള ഹെയർ സ്റ്റൈലും വെച്ചൊരു അങ്കിള് വിഷ്വൽ ഇടുമ്പോ അവിടെ ഇരിക്കുന്നു. ആ കല്യാണ മണ്ഡപത്തിൽ ഇരിക്കുന്നു. എണീറ്റ് സദ്യ കഴിക്കാൻ വേണ്ടി പൊയ്ക്കൊണ്ടിരിക്കും. പിന്നെ ഞാൻ ചോദിച്ചു, ഒരാളെ പോലെ 6-7 പേരുണ്ടെന്നല്ലേ? അല്ലേ? അങ്ങോട്ട് പോയില്ല. ഞാൻ ടൗണി. എനിക്ക് തോന്നിയിരിക്ക ഞാൻ പോയി അഴിക്കട്ടെ. എന്താ? പിന്നെ വന്ന് വിളിക്കാത്ത സദ്യം പോയി ഉണ്ണാൻ തുടങ്ങിയല്ലേ? അതാ ആഡിറ്റോറിയത്തിലെ വിളമ്പിന് ഞാൻ പോകുന്നതാണല്ലോ. അപ്പൊ പിന്നെ അവിടെ ഇപ്പൊ ഒരു കല്യാണം വരുമ്പോൾ നമുക്ക് കയറാനുള്ള ഒരു സ്വാതന്ത്ര്യം ഉണ്ടല്ലോ. അതെ അല്ലേ? എനിക്കിപ്പോ തോന്നിയ ഒരു കാര്യം മനസ്സിൽ പറഞ്ഞോട്ടെ? വേണ്ട, അറിയാം. എന്താ? മറ്റേ ആൽമരം ആസനം തണലാത്തില്ലേ? അറിയാലോ. അറിയാം. വന്നൊരു കല്യാണത്തിന് പോലും പോകാൻ പറ്റാത്ത അവസ്ഥയായി.